ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വയനാടിൻ്റെ ഡേ 2 വീഡിയോയുമായിട്ടാണ്. മോർണിംഗ് വൈബ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഗൈസ്. ഇവിടെ മൊത്തത്തിൽ നല്ല കോടമഞ്ഞാണ് ഗൈസ്. ഫുൾ നല്ലൊരു ക്ലൈമറ്റ്. എന്താ മോർണിംഗ് വൈബ്സ് എന്ന് വെച്ചാൽ ഇതാണ് മോർണിംഗ് വൈബ്സ് മക്കളെ, ഇതാണ്. എന്താ പറയുക, പൊക്ക പിടിച്ച് കിടക്കുന്ന പോലെ ആദ്യം തോന്നിയത്. പിന്നാണ് കണ്ണ് ഒന്ന് നന്നായിട്ട് തിരുമ്മി നോക്കുമ്പോൾ ഇവിടെ ഇതേ നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റാണ്. ദൂരെ നിന്ന് നമ്മുടെ മയിൽ കരയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഇവിടെ ടോട്ടലി നമുക്കൊന്ന് ചുറ്റി കാണാം. എല്ലാവരും എണീറ്റൊക്കെ വരുന്നേ ഉള്ളൂ. ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ വരുമ്പോൾ ഗോൾഡൻ ഷെയ്ഡിൽ, ആ വെയിലിൻ്റെ ഗോൾഡൻ ഷെയ്ഡിൽ കണ്ട മരങ്ങളൊക്കെയാണ് ഇന്ന് മഞ്ഞ് മൂടി കിടക്കുന്നത് ഗൈസ്. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. നല്ല രാവിലെ തന്നെ എണീറ്റ് ഇവിടെ മൊത്തത്തിലൊന്ന് ചുറ്റി കാണുകയാണ്. ഇത് മുകളിൽ നിന്ന് എടുത്ത വ്യൂ ആയിരുന്നു. ഇനി നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങിയിട്ട് നോക്കാം. താഴെ എല്ലാവരും എണീറ്റോ എന്താ സ്ഥിതി എന്നൊക്കെ നോക്കിയിട്ട് വരാം. നമ്മൾ ജെൻസ് മൊത്തത്തിൽ ഇന്നലെ താഴെയാണ് യൂസ് ചെയ്തത്. നമ്മൾ ലേഡീസും കുട്ടികളൊക്കെ മുകളിലായിരുന്നു കിടന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ രാവിലെ എല്ലാവരും എണീറ്റിട്ടുണ്ട്. അവിടെ കിച്ചൻ്റെ ഏരിയയിലൊക്കെ മൊത്തത്തിൽ മഞ്ഞ് മൂടി കിടക്കുകയാണ്. എന്തൊക്കെയോ അടുക്കളയിൽ പണികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ലേഡീസിനൊന്നും പ്രവേശനമില്ല. രാവിലത്തെ ബെഡ് കോഫി വരെ ഉണ്ടാക്കുന്നത് അവരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പൂളിൻ്റെ അടുത്തേക്ക് പോയി. പൂളിൽ വെള്ളമൊക്കെ നോർമൽ വാട്ടറായിട്ട് കിടക്കുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ മൊത്തത്തിൽ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. നമ്മൾ ലേഡീസിൻ്റെ ലൈഫിലെ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും മോർണിംഗ് ഈ ടൈമൊക്കെ. പക്ഷേ ഇവിടെയൊക്കെ വന്നപ്പോൾ നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് കൂളായിട്ട് വെറുതെ തിരിഞ്ഞ് നടക്കുകയാണ് ഗൈസ്. മാക്സിമം എൻജോയ് ചെയ്യേണ്ട ഈ ഫ്രീ ടൈം. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തത്തിലൊന്ന് ചുറ്റി കണ്ടേക്കാമെന്ന് കരുതി. നമ്മുടെ റിസോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. അങ്ങനെ ഒരു മരമൊക്കെ ചാരി നിൽക്കുമ്പോൾ നമുക്ക് വിളി വന്നു. ഉച്ചക്കത്തേക്ക് ബിരിയാണിയാണ്. അപ്പോൾ കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് സവോളയൊക്കെ. അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടെ റൗണ്ട് അടിച്ചെത്തിയേ മാങ്ങകളൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. പോകുമ്പോൾ എന്തായാലും കൊണ്ടുപോകണമല്ലോ, പറിച്ചേക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ കൊമ്പൻസും കുട്ടികളും ഒക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ലേഡീസ് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ പറഞ്ഞു നമ്മളൊരു ഉച്ച ആകുമ്പോഴത്തേക്കും, ഇന്നലെ ഉച്ചക്ക് കയറിയതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ച ആകുമ്പോഴത്തേക്കും മുകൾ ഭാഗമൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഫസ്റ്റ് മുകളിലുള്ള റൂംസൊക്കെയാണ് നമ്മൾ കാലിയാക്കേണ്ടത്. അപ്പം കുട്ടികളൊക്കെ വിളിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ മുകളിലേക്ക് പോയി ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ ഫ്രഷായി റെഡിയായി ഇത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ലഗേജസൊക്കെ പാക്ക് ചെയ്തു. ഇവിടെ മിസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ചെറുതായൊരു മിസ്സിങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ അങ്ങനെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പകുതി ടീമും ബാഗും ലഗേജസും ഒക്കെ ആയി കഴിഞ്ഞു. താഴേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഇതേ ബാഗൊക്കെ എൻ്റെതും പാക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് പോകാം. താഴെ ബാഗൊക്കെ കൊണ്ടുവച്ച് കിച്ചൻ്റെ ഏരിയയിലേക്ക് പോയി ഇവിടെ തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഫിഷൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രൈ ഉണ്ടാക്കുകയാണ്. റൈസൊക്കെ റെഡിയായി. പിന്നെ ഇതേ സ്കൂളിൽ കളിച്ച ഡ്രസ്സൊക്കെ ഇവിടെ ഉണങ്ങാൻ വേണ്ടി അവിടെ ആയിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇവിടെയൊക്കെ നല്ല വെയിലായി, മഞ്ഞൊക്കെ പോയി കുറച്ച് സെൽഫീസൊക്കെ എടുത്തു, ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ മൈക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒട്ടും വിട്ടില്ല. തകൃതിയായി പാട്ടൊക്കെ പാടി ഉല്ലസിക്കുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ സ്റ്റെപ്സൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തരായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. ആര്യയുടെ സ്പെഷ്യൽ സ്റ്റെപ്പുകൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടോട്ടലി ഇവിടെ ലാസ്റ്റ് നിമിഷം അവസാനത്തെ മൊമെൻറ്റ്സും കൂടെ എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാട്ടുപാടല്ലേ, നമുക്കൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളെ മെയിൻ ഗായികയുടെ കൂടെ തന്നെ 2 വരി മൂളിക്കളയാമെന്ന് വിചാരിച്ച് ഞാനും പാടി. അതിനുശേഷം ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വെക്കേറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നിസാർക്ക് എല്ലാവരോടും ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞു. നമ്മളെല്ലാവരും കിച്ചൻ്റെ ഏരിയയിലേക്ക് പോയി. ഇവിടെയാണ് മൊത്തത്തിൽ എല്ലാവരും ഇരിക്കുന്നത് ഗൈസ്. നമ്മൾ സ്കൂൾ കുട്ടികളായിട്ട് ഇവിടെ ലൈനൊക്കെ നിന്ന് ഫുഡ് വാങ്ങുകയാണ്. നിസാർക്കയുടെ സ്പെഷ്യൽ ബിരിയാണി എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ട് നിസാർക്ക തന്നെയാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ നിസാർക്കയുടെ സ്പെഷ്യൽ ഫിഷ് ബിരിയാണി കഴിക്കാൻ പോവാണ്. എല്ലാവരും ഇവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങി അവിടെ ആയിട്ട് ഇരിക്കാനൊക്കെ ഉള്ള പ്ലാനിങ് ആണ്. അങ്ങനെ ഋത്തൂസും ഞാനും ഇതേ സിറ്റ് ഔട്ടിൽ തന്നെ വന്നിരുന്നു. ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫൈനലി ഫുഡ് കഴിക്കലും കഴിഞ്ഞു. നമ്മളെ ലഗേജസൊക്കെ ആയിട്ട് വണ്ടിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്.
ഓട്ടോ വന്നു. ഓട്ടോയിൽ ലഗേജസൊക്കെ കയറ്റി ഓരോരോ ടീമായിട്ട് കയറിയിട്ട് അവിടെ നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മുടെ കിരൺ ബസ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ ഗൈസ്? ഫൈനലി നമ്മളതേ നമ്മുടെ ബസ്സിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടോ. നമ്മുടെ ട്രിപ്പ് റിസോർട്ടിൽ മാത്രം ഒതുങ്ങിപ്പോയോ എന്നുള്ള ഒരു സങ്കടം എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, പൂക്കോട് ലേക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പൂക്കോട് ലേക്കിലേക്ക് വെച്ച് പിടിച്ചു. ഒരുപാട് പേരും പൂക്കോട് ലേക്ക് കണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. ഒരുപാട് നടക്കാൻ മാത്രമേ ഉള്ളൂ, അവിടെ മെയിനായിട്ടൊന്നും ഇല്ല എന്നൊക്കെ പരാതികൾ വന്നു. എങ്കിലും വേണ്ടിയില്ല, നമുക്ക് കാണാത്തവർക്ക് കാണാമല്ലോ എന്ന രീതിയിൽ പൂക്കോട് ലേക്കിലേക്ക് തന്നെ പോയി. ഇവിടെ നല്ല വെയിലാണ് ഗൈസ്, നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോകുന്തോറും നല്ല ക്ലൈമറ്റാണ്. ഇവിടെ കൂളായിട്ട് തോന്നുന്നുണ്ട്, മരങ്ങളൊക്കെ ആയിട്ട് നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ. അപ്പം നമ്മൾ അവിടേക്ക് പൂക്കോട് ലേക്ക് ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂക്കോടിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ജംഗിൾ ബുക്ക് എന്നൊരു പുതിയൊരു പാർക്ക് പോലെ കാണുന്നത്, കുട്ടികൾക്കുള്ള ഒരു എക്സ്പോ ഒക്കെ പോലെ. അപ്പോൾ അവിടേക്കാക്കാം നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ പകുതി ഫാമിലിയും പൂക്കോട് ലേക്കിൻ്റെ അവിടേക്കും തിരിഞ്ഞു, കുറച്ച് പേര് ജംഗിൾ ബുക്കിലേക്കും കയറി. ഇവിടെയാണ് മെയിനായിട്ട് കാണാനുള്ള, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ നെക്സ്റ്റ് എവിടേക്കാണ് പോകുന്നത്? ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ വലിയൊരു സങ്കല്പമായിരുന്നു. പക്ഷേ ഇത് കണ്ട പോലെ നല്ലൊരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിലായിരുന്നു. അപ്പോൾ നമുക്കിനി അവിടേക്കൊന്ന് പോയിട്ട് വരാം. ഇതേ ആ കാണുന്ന കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. അങ്ങനെ ഞങ്ങൾ ഈ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ സെൽഫിയൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു, മെല്ലെ കയറാണ്. അപ്പോൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ കുറച്ച് എക്സ്പോ പോലെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ കണ്ടോളുന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ല ആ ചേട്ടനാണ് ഇതിൻ്റെയൊക്കെ കലാകാരൻ നിന്ന്. പിന്നീടാണ് ഞാനത് മനസ്സിലാക്കിയത്. ആ ചേട്ടൻ വരച്ച ഡ്രോയിങ്സാണ് ഇവിടെ മൊത്തത്തിൽ വെച്ച്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഉണ്ടായിട്ടുള്ള ആ ചേട്ടൻ തന്നെ വരച്ച പിക്ചേഴ്സും പെയിൻറ്റിങ്സും ഒക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈസായിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ സ്ലോലി തന്നെ എൻജോയ് ചെയ്ത് കണ്ടു എന്ന് തന്നെ പറയാം. ഒരു കാമായിട്ടുള്ള നല്ലൊരു ബിൽഡിങ്, കാമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയാം. അവിടെ നൈസായിട്ടുള്ള ഫോട്ടോസും ഒരുപാട് നൈസായിട്ടുള്ള പെയിൻറ്റിങ്സൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തു. നെക്സ്റ്റ് നമ്മൾ സ്വപ്നം കണ്ട ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിന് നമ്മൾ ടോപ്പിലേക്ക് നോക്കുമ്പോൾ ദേ ബ്രിഡ്ജിന് മുകളിൽ ആരൊക്കെയോ കയറി നിൽക്കുന്നുണ്ട്. താഴെ നിന്ന് നോക്കുമ്പോൾ ദേ തൊട്ടടുത്തെത്തി. ഇനി ഒരു സ്റ്റേഴ്സും കൂടി കയറിയാൽ നമ്മൾ ഏറ്റവും ടോപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതേ നമ്മളും ഫൈനലി ടോപ്പിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്ക് പോകുമ്പോൾ നല്ല വ്യൂ ആട്ടോ. ഇവിടെ സെൻറ്ററിൽ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അതിന് ചുറ്റും ഊഞ്ഞാലകളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് തിരക്കുണ്ട്. നമ്മൾ കൂടാതെ വേറെയും ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ സെൽഫീസൊക്കെ എടുത്തു, ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി. ഇനി നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. താഴേക്ക് നോക്കുമ്പോഴാണ് എന്തോ ഒരു ചുറ്റും നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, പക്ഷേ താഴേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത്രയും മുകളിലെ ഉയരത്തിലാണോ എന്നുള്ളൊരു
ഒരു ടെൻഷനോ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ്. ഇത് അറിയണമെങ്കിൽ നിങ്ങളും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വയനാടായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. താഴെ വണ്ടികളൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവാം. അങ്ങനെ ഫൈനലി ഗ്ലാസ് ബ്രിഡ്ജിലും കയറി കഴിഞ്ഞു. താഴെത്തിപ്പോൾ ആ ചേട്ടൻ വേറെ എന്തോ പെയിൻറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും നോക്കി നമ്മൾ ഇതേ റോഡിലൂടെ ഇന്ന് നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പാതി കഴിയുന്ന നമ്മൾ ചെറുതായ ഒരു പർച്ചേസിംഗ് ഒക്കെ നടത്തി. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ബസ്സിൽ തന്നെ കയറി. ഇനി മെയിനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവരൊക്കെ പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങി. ഇവിടെ സീറ്റ്സും എന്താ പറയുക ടീ ഡസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സീറ്റിലിടുന്ന സാധനങ്ങളും ഒക്കെ കൂടി വാങ്ങി തിരിച്ച് ബസ്സിലേക്ക് കയറി. വീണ്ടും നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങി. മെയിനായിട്ട് നമ്മുടെ ടൂറിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബസ്സിലാണ് മാക്സിമം എൻജോയ് ചെയ്തതെന്ന് പറയാം. ഒരുപാട് സ്ഥലങ്ങളൊന്നും ചുറ്റി കണ്ടിട്ടില്ല. പക്ഷേ ഫുൾ ഫാമിലി ആയിട്ട് നമ്മൾ റിസോർട്ടിൽ ഒരു നൈറ്റും പിറ്റേത്തെ ഡേയും കൂടി സ്പെൻഡ് ചെയ്തു. ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമ്മൾ മാക്സിമം റിലാക്സ്ഡ് ആണ്, എൻജോയ്മെൻ്റ് ആണ്. ഒരുപാട് ഡാൻസൊക്കെ കളിച്ചു. ഫുൾ ഹാപ്പിയാണ്. നിങ്ങൾ ഇങ്ങനത്തെ ട്രിപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൻജോയ്മെൻറ്റ് തികച്ചറിയാം. നമ്മൾ ഫുള്ള് വ്യത്യസ്തരായവരാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ഫാമിലിയിലെ അംഗത്തെ പോലെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഫൈനലി നമ്മളുടെ നാട്ടിൽ തന്നെ തിരിച്ചെത്തി, തിരുവങ്ങൂർ എത്തി ഗൈസ്. അങ്ങനെ എല്ലാ ഫാമിലിയോടും ബായ് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഫൈനലി നമ്മളൊരു സെൽഫി കൂടെ എടുത്തു. താങ്ക് യു ഫോർ വാച്ചിങ്.